ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ കുക്കറിലേക്ക്. ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതാണേ. കുറച്ച് കറിവേപ്പില, ഒരു 6 എരിവുള്ള പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണേ. 6 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ. നമ്മൾ ചേർത്ത എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. സവോളയൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന ബീഫാണ്. അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് 1 ഗ്ലാസ് 2-ാം പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് ഒരു തേങ്ങയുടെ പകുതിയില്ലേ, അത് ചിരകിയിട്ട് അതിൽ നിന്ന് 1-ാം പാൽ 1 ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആദ്യത്തെ ഒരു വിസിലില്ലേ, അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കേൾപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ കൂടി കേൾപ്പിച്ച് കൊടുക്കണേ. നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടണം. നമ്മളിങ്ങനെ കൈവച്ച് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പിച്ചി വരണം. അപ്പോൾ അത് എത്ര ഫ്ലെയിമാണോ വേണ്ടത് അതനുസരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ. നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടേ. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 2 വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കാമേ. നമ്മുടെ കുക്കറിൻ്റെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാമേ. എല്ലാം ഒന്നും ഉടച്ചു കൊടുക്കണ്ട, കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയേ. 5 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 1 പിടി കാഷ്നട്ടും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിയുടെയും കാഷ്നട്ടിൻ്റെയൊക്കെ ഒന്ന് കളർ ചെറുതായി മാറി വരില്ലേ, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കാഷ്നട്ടും മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മുന്തിരി നെയ്യിൽ കിടന്നൊന്ന് വീർത്ത് വരൂലേ, ആ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. ഞാനൊരു 3/4 ഗ്ലാസ് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരില്ലേ, ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരുമേ. നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഗ്രേവി കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.